നമസ്കാരം. കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം ത്രികോണ മത്സരം അരങ്ങേറുമ്പോൾ തിരുവനന്തപുരം ലോക്സഭ വിജയിച്ച് കയറുക എന്നുള്ളത് ബി.ജെ.പിക്കും കോൺഗ്രസിനും അനിവാര്യമായതിനാൽ തന്നെ ഇവിടെ എല്ലാ അടവും അവർ പ്രചരണ രംഗത്തുൾപ്പെടെ പയറ്റുന്നുമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കൂട്ടായി എത്തിയത് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്ത് നടന്ന ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിർണായക സ്വാധീനമുള്ള CSI സഭയുടെ മുൻ ബിഷപ്പായ ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യ ഷേർലി റസാലത്ത് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അതിൽ ഏറെ പ്രധാനപ്പെട്ടത്. പാറശാല, നെയ്യാറ്റിൻകര, കോവളം നിയമസഭാ മണ്ഡലങ്ങളിൽ തരൂരിന് ലീഡ് ഉയർത്തുന്നതിൽ വലിയ പങ്ക് ഈ CSI സഭയ്ക്കും അവരുടെ വോട്ടുകൾക്കുമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ലത്തീൻ വിഭാഗത്തിൽ നിന്നുള്ള യുവ നേതാവ് കോൺഗ്രസ് വിട്ട് മത്സരിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് മുൻ ബിഷപ്പിന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായ ഈ നീക്കം ഉണ്ടാവുന്നത്. എന്തായാലും ഷേർലി റസാലത്തിനെ പിന്തിരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ് നടത്തുന്നുണ്ട് എങ്കിൽ പോലും അവർ പിന്മാറില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. ബി.ജെ.പിക്ക് കടന്നു കയറാൻ കഴിയാത്ത തീരദേശ മേഖലയിലേക്ക് അല്ലെങ്കിൽ ലത്തീൻ നാടാർ വിഭാഗങ്ങൾക്കിടയിലേക്കൊക്കെ കടന്നു കയറാൻ ഇത് ഒരു കാരണമായിട്ടുണ്ട്. പലപ്പോഴും ബി.ജെ.പിക്ക് കടന്നു കയറാൻ പറ്റാത്ത ഒരു മേഖലയായിരുന്നു തീരദേശം അല്ലെങ്കിൽ ലത്തീൻ നാടാർ വിഭാഗങ്ങളൊക്കെ. ഈ ഒരു വലിയ പ്രതിസന്ധി ബി.ജെ.പിക്ക് മുന്നിൽ ഉള്ളപ്പോൾ തന്നെയാണ് മുൻ ബിഷപ്പിന്റെ ഭാര്യ മത്സര രംഗത്തേക്ക് വരുന്നത്. എന്തായാലും തിരുവനന്തപുരം, നേമം, അതിനോടൊപ്പം വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവരുടെ ആ നിയമസഭാ മണ്ഡലത്തിലെ പ്രകടനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടെയൊക്കെ ബി.ജെ.പിക്ക് ശക്തമായ അടിത്തറയുണ്ട്, വോട്ടിലും അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ട് താനും. എന്നാൽ ഇതുവരെയും ബി.ജെ.പിക്ക് കടന്നു കയറാൻ സാധിക്കാതെ പോയ ഇടങ്ങളിലേക്ക് ഇപ്പോൾ ബി.ജെ.പിക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടെ വോട്ട് ഭിന്നിച്ചു പോകാനുള്ള ചില നീക്കങ്ങൾ അവർ നടത്തുന്നുമുണ്ട്. എന്തായാലും കോൺഗ്രസിനെ വിജയിപ്പിക്കുന്ന തീരദേശവും മറ്റ് മണ്ഡലങ്ങളുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനാൽ ഷേർലി റസാലത്ത് പിടിക്കുന്ന ഓരോ വോട്ടും കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറും, അല്ലെങ്കിൽ അത് ബി.ജെ.പിക്ക് നേട്ടമായി ഭവിക്കുമെന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും ഭാര്യ പത്രിക നൽകിയതിന് തൊട്ടു പിന്നാലെ മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ ഭാഗത്തു നിന്നും ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഉണ്ടായേക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. നിലവിൽ എന്തായാലും ഇങ്ങനെ ഒരു പിളർപ്പുണ്ടാവുന്നതിലൂടെ അല്ലെങ്കിൽ CSI വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നതിലൂടെ അത് തിരിച്ചടിയായി വരാൻ പോകുന്നത് അല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു തോൽവി സമ്മാനിക്കാൻ പോകുന്നത് കോൺഗ്രസിന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് അവിടെ കടുത്ത പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ ദിവസം ലത്തീൻ വിഭാഗത്തിൽ നിന്നുള്ള യുവ നേതാവ് പടിയിറങ്ങി പോരുന്നു, തരൂരിനെതിരെ മത്സരിക്കും, സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ CSIയുടെ മുൻ ബിഷപ്പിന്റെ ഭാര്യ കൂടി മത്സര രംഗത്ത് നിറയുകയാണ്. തീർച്ചയായും ഇതെല്ലാം ബി.ജെ.പിക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയത്തിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എസ് ജയശങ്കർ വന്നു പോയതിന് തൊട്ടു പിന്നാലെ വലിയ മാറ്റങ്ങൾ തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡി മലയാളം.